നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകി ബഹാവൽപൂരിലേതടക്കം ഭീകരകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യൻ സൈന്യം ഛിന്നഭിന്നമാക്കിയെന്ന് തുറന്നു സമ്മതിച്ച് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തു വന്നത്. മൗലാന മസൂദ് അസർ എല്ലാം ത്യജിച്ച് രാജ്യത്തിനായി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് മസൂദ് ഇല്യാസ് കശ്മീരി ആക്രോശിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. തോക്കേന്ത്യ ഭീകരർക്കിടയിൽ നിന്ന് പ്രസംഗിക്കുന്ന വീഡിയോയാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. എല്ലാം ത്യജിച്ച് ഈ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ഡൽഹി, കാബൂൾ, കാണ്ഡഹാർ എന്നിവിടവുമായി പോരാടി. മെയ് 7-ന് ബഹാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ കഷ്ണങ്ങളാക്കി കീറിമുറിച്ചുവെന്നും കശ്മീരി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ ഇപ്പോഴും ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഭയക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ. ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ 10 കുടുംബാംഗങ്ങളും 4 അടുത്ത സഹായികളും കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തിടെ നടന്ന പൊതുപരിപാടിക്കിടയിലാണ് ഇല്യാസ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. മസൂദ് ഇല്യാസിൻ്റെതായി പ്രചരിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നത്. ഇന്ത്യയുടെ ആക്രമണം വലിയ ആഘാതമുണ്ടാക്കിയെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് വീഡിയോയിൽ ഇല്യാസ് സംസാരിക്കുന്നത്. ബഹാവൽപൂരിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. ഇക്കാര്യമാണ് ഇല്യാസ് വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ 5 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെയും ആകാശ നിരീക്ഷണത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്രത്യേക സൈനിക വിമാനത്തെയും തകർത്തു. 9 ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ബഹവൽപൂരിലെയും മുരിദ്കയിലെയും 2 ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുവെന്ന് ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു പാക് വാദം. പാകിസ്ഥാൻ അവരുടെ ആഭ്യന്തര അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അസറിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡ് ശൃംഖലയിൽ വലിയ സംഘർഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഫലപ്രാപ്തി ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് പരോക്ഷമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ എങ്ങനെ ഭീകരർക്ക് അഭയം നൽകുന്നു എന്നതിലുള്ള ഇന്ത്യയുടെ വാദത്തെ ഇത് ശക്തിപ്പെടുത്തുകയാണ്. പാകിസ്ഥാന്റെ പ്രചാരണ തന്ത്രങ്ങൾ പാളിപ്പോയിരിക്കുന്നു. ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഭീകരരെ സാധാരണക്കാർക്കിടയിൽ നിർത്തുന്ന അവരുടെ തന്ത്രത്തെയാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്ന് മസൂദ് ഇല്യാസിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സൈന്യവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നാഡീകേന്ദ്രമായ ബഹാവൽപൂരിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനത്തെ ശരിവെക്കുന്നത് കൂടിയാണ് മസൂദ് ഇല്യാസിന്റെ പരാമർശം. അതേസമയം ഇന്ത്യയുടെ അവകാശവാദം തെറ്റാണെന്നായിരുന്നു പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും അന്താരാഷ്ട്ര നിരീക്ഷക സംഘവും വിശദീകരിച്ചിരുന്നത്. കുടുംബത്തിലെ 10 പേർ മരിച്ചത് മസൂദ് അസറും സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിൽ തനിക്ക് വേദനയോ ദുഃഖമോ ഇല്ലെന്നും താനും അവർക്കൊപ്പം പോകേണ്ടിയിരുന്ന ആളായിരുന്നുവെന്നുമാണ് തോന്നുന്നതെന്ന് മസൂദ് അസർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് മസൂദ് അസർ. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ മസൂദ് അസറും പങ്കാളിയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബഹാവൽപൂർ. ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹാവൽപൂർ പാകിസ്ഥാനിലെ 12ാമത്തെ വലിയ നഗരമാണ്. ഇവിടെ 18 ഏക്കറിൽ പരന്നു കിടക്കുന്ന സുബാനുള്ള ക്യാമ്പസ് ആയിരുന്നു പരിശീലനത്തിനും ആയുധ ശേഖരത്തിനും ജെയ്ഷെ മുഹമ്മദ് പ്രയോജനപ്പെടുത്തിയത്. 2011 വരെ കാര്യമായ സംവിധാനങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പസ് 2012 പരിശീലനത്തിനും പറ്റുന്ന വിധത്തിൽ വലിയ സമുച്ചയമാക്കി മാറ്റുകയായിരുന്നു. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് മെയ് 7 ഇന്ത്യ സംയുക്ത സൈനിക ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സംയുക്ത സേന നടത്തിയ ആക്രമണം ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ് എന്നീ 3 ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ടായിരുന്നു. ആക്രമണങ്ങളിൽ 80-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി ഉന്നത സുരക്ഷാ സേന അറിയിച്ചിരുന്നു.